السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والإمام الشاريات وأشياخه وأصلافه وأخلافه وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മഹാനായ മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് മുഹറമുൽ ഹറാം 27 അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയോട് ബന്ധപ്പെട്ട പല സുഹൃത്തുക്കളും പല മുഅ്മിനീങ്ങളും ഇമാം ഷാലിയാത്തി റഹിമഹുല്ലയുടെയും അവിടുത്തെ മശായിഖിൻ്റെ പേരിൽ ചില സ്ഥലങ്ങളിൽ ചില വീടുകളിലും മറ്റും ആടുകൾ, ഒരുപാട് വീടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആടിനെ അറുത്തുകൊണ്ട് ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാൻ്റെ പേരിൽ ഹദിയ ചെയ്യാറുണ്ട്. ഉറൂസ് മുബാറക്കിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് നാടൻ കോഴികളോ മറ്റോ വാങ്ങി വളർത്തുകയും മുഹറം 27 അന്ന് അല്ല മറ്റു സമയങ്ങളിൽ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാൻ്റെ മൗലൂദ്, അവിടുത്തെ തവസ്സുല്, അൽ ഇസ്തിഗാസത്തുൽ അസ്ഹരിയ മറ്റുമെല്ലാം ചൊല്ലിക്കൊണ്ട് ആടിനെ അറുത്ത് തവസ്സുലെല്ലാം ചെയ്ത് ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യകർമ്മം. അതിനെ സംബന്ധിച്ച് ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയുടെ ബന്ധമുള്ള പല നാടുകളിലും, നമ്മുടെ കർണാടകയുടെ പല സ്ഥലങ്ങളിലും, അതുപോലെ പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ പരിസരങ്ങളിൽ, അതുപോലെ ദാവണഗിര, റിപ്പിംപേട്ട, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും, ഹൈദരാബാദിലെ ചില സ്ഥലങ്ങളിലും എല്ലാം ഈ പുണ്യകർമ്മം ചെയ്യാറുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കോഴി വാങ്ങി വളർത്തുകയും ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അറുത്ത് ഭക്ഷണമുണ്ടാക്കി തവസ്സുല്, മൗലൂദെല്ലാം ചൊല്ലുന്ന പുണ്യകർമ്മം. ഇതിൻ്റെ പേരിലും ഇന്ന് പലരും വസ്വാസുണ്ടാക്കാൻ സാധ്യത ഉണ്ട്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ പുണ്യകർമ്മത്തിനെ മുഅ്മിനീങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് ശിർക്ക്, ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് സഫാഹത്ത് പറയുന്നവരും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ചതിയിലും വഞ്ചനയും പെടാതിരിക്കാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ദിറാസത്തുൽ അസ്ഹരിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഔലിയാക്കളുടെ പേരിൽ മൃഗത്തിനെ വളർത്തുക. അറക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെയാണ് സർവ്വ മുഅ്മിനീങ്ങളും അറുക്കാറുള്ളത്. എന്നാൽ അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ നിർബന്ധമാണെന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മസ്ലക്കിൽ ഉള്ളത്. അതേ സ്ഥാനത്ത് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മസ്ലക്കിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമില്ല, അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, മറ്റു പേരുകൾ പറയരുത് എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഔലിയാക്കളുടെ പേരിൽ മൃഗത്തിനെ വളർത്തുക, ചില ആളുകൾ
സാധാരണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പുണ്യ ആചാരങ്ങൾ, മഅമൂലാത്തു അഹ്ലുസുന്ന, മറാസിമു അഹ്ലുസുന്ന, സാധാരണയിൽ കൊണ്ടുവരുന്ന, ദായിമായി കൊണ്ടുവരുന്ന ആളുകൾ ചിലപ്പോൾ പുണ്യ ദിനങ്ങൾ, അനുസ്മരണ ദിനങ്ങൾ, അല്ലെങ്കിൽ ഔദുൽ ആദം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന എല്ലാ മാസം 11-ാം രാവ്, ഖ്വാജ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന എല്ലാ മാസം 6-ാം രാവ് പകൽ, അതുപോലെ ആലാ ഹദറത്ത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ നടത്തപ്പെടുന്ന എല്ലാ മാസം 27 രാവ് പകൽ, 25 രാവ് പകൽ, അതുപോലെ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാഹിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന എല്ലാ മാസം 25 രാവ് പകൽ, പ്രത്യേകിച്ചും മുഹറം 27 രാവ് പകൽ, പ്രത്യേകിച്ചും മുഹറം 27 യൗമുൽ മശായിഖിൻ്റെ ദിനം. അതുപോലെ മറ്റുള്ള ദിനങ്ങളിൽ ഇങ്ങനെയുള്ള ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് പുണ്യ മജ്ലിസൊക്കെ നടത്താൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ദിനങ്ങൾക്ക് മുമ്പ് തന്നെ ആട് അല്ലെങ്കിൽ കോഴി, മൊയ്വാൻ മുതലായവ വാങ്ങിയിട്ട് വളർത്താറുണ്ട്. എന്നിട്ട് നിശ്ചിത ദിനത്തിൽ ബിസ്മി ചൊന്ന് അറക്കുന്നതിൻ്റെ ആദാബെല്ലാം പാലിച്ചുകൊണ്ട് അറുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഖുർആൻ മറ്റു തിലാവത്ത് ഖുർആൻ നടത്തി സ്വാലിഹീങ്ങൾക്ക് മറ്റും ഭക്ഷിപ്പിക്കുന്ന പുണ്യ ആചാരം. കാരണം ഇതിനു വേണ്ടിയാണ് ആ കോയിനെയോ മറ്റോ വളർത്തിയിട്ടുണ്ടാകുക. അതിന് സാധാരണ ചിലപ്പോൾ ഉറുദുക്കാർ ഗ്യാർവീൻ ക ബക്ര, ഗൗസെപ്പാക്കി ഗായെ ഇങ്ങനെയൊക്കെ പറയും. 11-ാം രാപ്പകലിൻ്റെ ആടുന്നോ, ഗൗസുൽ ആദമിൻ്റെ പശു, ഗൗസുൽ ആദം റഹിമഹുല്ലാഹിൻ്റെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പേർക്കുള്ള പശു. അതേപോലെ നമ്മുടെ ഈ വിഷയം ഇമാം ഷാലിയാത്തി റഹിമഹുല്ലയുടെയും അവിടുത്തെ അഷിയാഖിൻ്റെയും പേരിലുള്ള കോയി അല്ലെങ്കിൽ ആട്, മാട്, ഇങ്ങനെ ചിലപ്പോൾ പ്രത്യേകിച്ചും അധിക സ്ഥലങ്ങളിലും ഇമാം ഷാലിയാത്തി റഹിമഹുല്ല അവിടുത്തെ മശായിഖിൻ്റെ പേരുള്ള കോയികൾ ഇങ്ങനെ ആദ്യം തന്നെ വളർത്തി മുഹറം 27 അന്ന് അറുത്തുകൊണ്ട് കുടുംബങ്ങൾ, വീട്ടുകാർ, കുടുംബങ്ങൾ, സ്വാലിഹീങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്ന വിധത്തുള്ള, അതിനെ ഭക്ഷിപ്പിക്കുന്നതിൻ്റെ മുമ്പോ ശേഷമോ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ വല്ലതും ചൊല്ലി ഓതി ഹദിയാക്കുന്നു, മൗലൂദ് ഓതുന്നു, തവസ്സുൽ ചെല്ലുന്നു, തവസ്സുൽ ബൈത്ത് ചെല്ലുന്നു, ഇങ്ങനെ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് വളർത്തിയത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ആ പേരും പറയുന്നത്. അത് ജായിസായ കാര്യമാണ്. ഇപ്പോൾ വലീമക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തിനെ വളർത്തിയാൽ വലീമയുടെ മൃഗം എന്ന് പറയും. പക്ഷേ ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എതിരാളികൾ ഇങ്ങനെ മഹാന്മാരുടെ പേരിൽ അനുസ്മരിക്കാൻ വേണ്ടി കുറച്ച് ദിനങ്ങൾക്ക് മുമ്പ് ആട്, കോഴി മുതലായ വളർത്തിയാൽ അതിനെ സംബന്ധിച്ച് ഷിർക്കാണ്, ആ ചെയ്യുന്നവർ മുശ്രിക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മഹത്തുക്കളുടെ പേരിൽ അറുക്കാൻ വേണ്ടിയിട്ട്, മഹത്തുക്കളുടെ അനുസ്മരണം ദിനങ്ങളിൽ അറുക്കാൻ വേണ്ടിയിട്ട് മഹത്തുക്കളുടെ പേരിൽ മുമ്പ് വളർത്തുക, ഇതിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബഖറയുടെ 173-ാമത്തെ ആയത്തും സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത്. വമാ ഉഹില്ല ബിഹി ലി ഗൈരില്ലാഹ്, അൽ ബഖറ 173. വമാ ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി, മാഇദ 3. ഈ രണ്ട് ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ മുഫസ്സിരീങ്ങളായ മഹത്തുക്കൾ പഠിപ്പിച്ച സന്ദേശം, ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ ചെയ്യുന്ന അനുസ്മരണ ദിനം മഹത്തുക്കളുടെ പേരിൽ ജീവികളെ വളർത്തിയിട്ട് ആ ദിനത്തിൽ അറുക്കുന്ന പുണ്യ കർമ്മം അതിനെ ഒരിക്കലും ശിർക്കെന്നോ ബിദ്അത്തെന്നോ ഹറാമ് എന്നോ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയൂല. അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അത് ശരിയായി വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത്,
കുലു മിമ്മാ റസഖക്കുമുല്ലാഹു വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. സൂറത്തുൽ അൻആം 142-ാമത്തെ ആയത്ത്. നിങ്ങൾ ഭക്ഷിച്ചോളി അള്ളാഹു നൽകിയതിൽ നിന്ന്, പിശാചികളുടെ ഒരിക്കലും നിങ്ങൾ പിൻപറ്റി പോകരുത്. പിശാചിൻ്റെ ചവിട്ടടി, പിശാചിൻ്റെ വസ്വാസുകളിൽ, പിശാചിൻ്റെ ചതികളിൽ ഒരിക്കലും നിങ്ങൾ പിൻപറ്റി പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 142-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എതിരാളികൾ ചെയ്യുന്നത് എന്താണെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ ഇസ്തിതാബത്തുൽ മുർത്തദീൻ ബാബു ഖത്ലിൽ ഖവാരിജ്, കിതാബ് ഇസ്തിതാബത്തുൽ മുർത്തദീൻ ബാബു ഖത്ലിൽ ഖവാരിജിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മുത്തബിഉസ്സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ സംബന്ധിച്ച് പറയുന്നു, ഇബ്നു ഉമർ തങ്ങൾ യറാഹും ശിറാറ ഖൽഖില്ലാഹ് ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ ഫനസലത് ഫിൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ. ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ. ഖവാരിജിന്റെ സ്വഭാവം എന്താ? സത്യനിഷേധികളുടെ മേൽ, മുശ്രിക്കീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ മുഴുവനും മുഅ്മിനീങ്ങളിലേക്ക് ആക്കി തീർക്കുന്നു. സത്യനിഷേധികളുടെ മേൽ, മുശ്രിക്കീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്തുകളെ സുന്നി മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തുക എന്ന് ഖവാരിജിന്റെ മോശപ്പെട്ട സ്വഭാവമാണ്, അവർ മോശപ്പെട്ട സൃഷ്ടിയാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഖത്ലിൽ ഖവാരിജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അതേപോലെ ഖവാരിജിന്റെ പിൻഗാമികളാണ് ഇന്ന് വഹാബിയത്തും മൗദൂദിയത്തും ജൗബന്ദിയത്തും തുടങ്ങിയ ബിദ്അത്ത് കക്ഷികൾ. മുഅ്മിനീങ്ങളുടെ മേൽ, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പുണ്യാചാരത്തിനെല്ലാം ശിർക്കും ബിദ്അത്താക്കാൻ സത്യനിഷേധികളുടെ മേൽ ഇറങ്ങിയ ആയത്തുകളെ അത് സുന്നി മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തും. അല്ലെ, ബിംബങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകളെ ഔലിയാക്കളിലേക്ക് ചുമത്തി പറയും. അതുപോലെ ബിംബങ്ങൾക്കിറങ്ങിയ ആയത്തുകളെ ഔലിയാക്കളുടെ മഖ്ബറയിലേക്കും ചുമത്തി പറയും. ഇന്ന് വഹാബിയത്തിൻ്റെ സ്വഭാവം അതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നഹും ശിറാറ ഖൽഖില്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സൃഷ്ടികളെ കൂട്ടത്തിൽ വളരെ വളരെ മോശപ്പെട്ടവരാണ് ഖവാരിജികൾ. അപ്പം അതുകൊണ്ട് നാം മുഫസ്സിരീങ്ങൾ എന്താണ് ഈ ആയത്തുകളെ വിശദീകരണം നൽകിയത് എന്ന് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും സൂറത്തുൽ ബഖറ 173-ാമത്തെ ആയത്ത് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അതിൻ്റെ തഫ്സീറിൽ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി 1-ാം വാല്യം 145-ാമത്തെ പേജിൽ പറഞ്ഞു, ഐ റുഫിയ ബിഹി സൗതു ഇൻദ ദബ്ഇഹി ലിസ്വനം. അതായത് അറക്കുന്ന സമയത്ത്, ബിംബങ്ങൾക്ക് വേണ്ടി അറക്കുന്ന സമയത്ത് ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തുന്നു, അതായത് വിളിച്ചു പറയുന്നു, അള്ളാഹുവിൻ്റെ പേരല്ലാത്ത പറയുന്നു, ബിംബങ്ങൾക്ക് വേണ്ടി അറക്കുന്നു എന്ന ഉദ്ദേശം. ബിംബങ്ങളെ പേരും പറഞ്ഞിട്ട് അറക്കുക, അത് അറക്കുന്ന സമയത്ത് ഈ ഒരു മോശപ്പെട്ട പണി ചെയ്യുന്ന സംബന്ധിച്ചാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത്. ഇതേ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി, ഐ റുഫിയ ബിഹി സൗതു ഇൻദ ദബ്ഇഹി ലിസ്വനം. അതേ സ്ഥാനത്ത് സൂറത്തുൽ മാഇദ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, ആ ആയത്തിന്റെ തഫ്സീർ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഐ റുഫിയ സൗതു ലിഗൈരില്ലാഹി ബിഹി കഖൗലിഹിം ബിസ്മില്ലാഹി വൽ ഉസാ ഇൻദ ദബ്ഇഹി. അതായത് മൃഗങ്ങളെ മേൽ അല്ലാഹു അല്ലാത്ത പേരെടുത്തു. സത്യനിഷേധികൾ അറക്കുന്ന സമയത്ത് പറയുമായിരുന്നു ബിസ്മില്ലാഹി വൽ ഉസാ. അവരുടെ ബാത്തിലായ മഅബൂദുകളെ, അവരുടെ തെറ്റായ അവരാരാധിച്ചിരുന്ന ബിംബങ്ങളെ പേര് പറഞ്ഞുകൊണ്ടിട്ടാണ് ബിസ്മില്ലാഹി വൽ ഉസാ എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യനിഷേധികൾ അറുത്തിരുന്നത് എന്ന്
ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി തഫ്സീർ ബൈളാവി 2-ാം വാല്യം 146-ാമത്തെ പേജിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. മാത്രമല്ല തഫ്സീർ ജലാലയിലും ദുബിഹ അലസ്മി ഗൈരിഹി തആല, അല്ലാഹു തആല അല്ലാത്തവരുടെ പേരിന് മേൽ അടക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതുപോലെ തഫ്സീർ ഖാസിൻ, അതായത് ലുബാബു തഅ്വീൽ ഫി മആനി തൻസീൽ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം 1-ാം വാല്യം 503-ാമത്തെ പേജിൽ പറഞ്ഞു, സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത്, അതായത് വമാ ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യഅനി മാ ദുകിറ അലാ ദബ്ഇഹി ഗൈറു ഇസ്മില്ലാഹി വദാലിക അന്നൽ അറബ ഫിൽ ജാഹിലിയ്യത്തി കാനൂ യദ്കുറൂന അസ്മാഅ അസ്നാമിഹിം ഇൻദ ദബ്ഇഹി ഫഹറമല്ലാഹു ദാലിക ബിഹാദിഹിൽ ആയത്തി വബിഖൗലിഹി വലാ തഅകുലൂ മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി. അതായത് അറക്കുന്ന സമയത്ത് അല്ലാഹു അല്ലാത്ത പേര് വിളിക്കപ്പെട്ടാൽ എന്നാ മൃഗം ഹറാമാണെന്ന് ഹനഫി പണ്ഡിതന്മാരായ ഹനഫി മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി. അതേ സ്ഥാനത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, മറ്റുള്ള പേരെടുക്കാൻ പാടില്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏതായാലും ജാഹിലിയ കാലത്ത് അറക്കുന്ന സമയത്ത് ബിംബങ്ങളെ പേര് വിളിച്ചിട്ട് അവർ അറത്തിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു, വമാ ഉഹില്ല ബിഹി ലി ഗൈരില്ലാഹി ബിഹി. മാത്രമല്ല വലാ തഅകുലൂ എന്ന ആയത്തടിസ്ഥാനത്തിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം അങ്ങനെ ബിംബങ്ങളെ പേരും പറഞ്ഞിട്ട് അറക്കപ്പെട്ടാൽ അതിനെ തിന്നാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് മുഫസ്സിരിങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. ലുബാബു തഅ്വീൽ ഫി മആനിൽ തൻസീൽ, അതായത് തഫ്സീർ ഖാസിൻ 1-ാം വാല്യം 503-ാമത്തെ പേജ്. അതുപോലെ ബഹുമാനപ്പെട്ട മുഫസ്സിർ മുല്ല അഹമ്മദ് ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറത്തുൽ അഹമ്മദിയിൽ പറയാൻ, വമിൻഹാ ഹുനാ ഉലിമ അന്നൽ ബഖറത്തുൽ മൻദൂറത്തു ലിൽ ഔലിയാഇ കമാ ഹുവ റസ്മു ഫീ സമാനിനാ ഹലാലുൻ ത്വയ്യിബുൻ ലിഅന്നഹു ലം യുദ്കർ ഇസ്മു ഗൈരില്ലാഹി അലൈഹാ വഖതത ബിഹി വഇൻ കാനൂ യൻദുറൂനഹാ ലഹു. അതായത് ഒരു പശു, ഔലിയാക്കൾക്ക് നേർച്ചയാക്കപ്പെട്ട പശു നമ്മുടെ നാടുകളിലൊക്കെ പതിവുള്ളതുപോലെ മുഫസ്സിർ അഹമ്മദ്, അതായത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ ഔറംഗസേബ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉസ്താദാണ്. ആ ഉസ്താദായ മുഫസ്സിർ മുല്ല അഹമ്മദ് ജീവൻ പറയുന്നു, നമ്മുടെ നാടുകളിൽ അറിയപ്പെട്ടതുപോലെ പതിവുള്ളതുപോലെ ഔലിയാക്കൾക്ക് നേർച്ചയാക്കപ്പെട്ട പശു അത് ഹലാലും ത്വയ്യിബുൻ, അത് ഹലാലാണ് ത്വയ്യിബ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ലിഅന്നഹു ലം യുസ്കർ ഇസ്മു ഗൈരില്ലാഹി അലൈഹ, അല്ലാഹു അല്ലാത്ത പേര് അതിൽ പറയപ്പെട്ടിട്ടില്ലല്ലോ. വഖ്ത ദബ്ഹി, അറക്കുന്ന സമയത്ത്, വഇൻ കാനൂ യൻദിറൂനഹാ ലഹു, അവര് നേർച്ചയാക്കിയാണ് ശരി, അറക്കുന്ന സമയത്ത് പേര് പറഞ്ഞിട്ടില്ല, അപ്പം അതുകൊണ്ട് ജായിസാണ് എന്ന് മുഫസ്സിർ മുല്ല അഹമ്മദ് ജീവൻ റഹ്മത്തുള്ളാഹി തഫ്സീറാത്ത് അഹ്മദിയ്യ 42-ാമത്തെ പേജിൽ ഇത് വിശദീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, യൗബന്ദി വഹാബികളുടെ വഞ്ചനകളും ചതികളും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ഫിത്നകളെ തൊട്ട് ചതികളെ തൊട്ടെല്ലാം അള്ളാഹു സലാമത്ത് നൽകട്ടെ. ദേവബന്ദി മൗലവിമാർ, ദേവബന്ദിലെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഇറക്കപ്പെടുന്ന തഫ്സീറാത്ത് അഹമ്മദിയ്യ ഈ ഇബാറത്ത് അതിൽ കാണുന്നില്ല. മാത്രമല്ല ആ ഇബാറത്തുള്ള പേജ് വെള്ള പേജായിട്ടാണ് ദേവബന്ദിൽ നിന്ന് ഇറക്കപ്പെട്ടത്. അപ്പോൾ മതഗ്രന്ഥങ്ങളിൽ പോലും യഹൂദികളെപ്പോലെ തിരിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവബന്ദി വഹാബികളും മറ്റു വഹാബികളും വിദഅത്തുകാരെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നാം ഓർക്കേണ്ടതുണ്ട്. അപ്പം അതോടുകൂടെ ലുബാബു തഅ്വീലിൽ തന്നെ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യഅനി വമാ ദുബിഹ ലിൽ അസ്നാമി വത്തവാഗീതി വാസുൽ ഇഹ്ലാലി റഫ്ഉ സൗതി വദാലിക അന്നഹും കാനൂ യർഫഊന അസ്വാതഹും ബിദിക്രി ആലിഹതിഹിം ഇദാ ദബഹൂ ലഹാ. അറക്കുന്ന സമയത്താണ് അവർ ഇബാദത്തെടുത്തിരുന്ന ബാത്തിലത്തായിരിക്കുന്ന മഅബൂദുകളെ, അവർ ബാത്തിലായ മഅബൂദുകളെ അവർ ഓർത്തുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ടാണ് അറുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലബാറിലെ
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരുടെ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ മുശ്രിക്കീങ്ങളാക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ വഹാബികൾ സൽസബീലിൽ വൈൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ ചെയ്യുന്നതിന് ഷിർക്ക് എന്ന് സൽസബീൽ മാസികയിൽ എഴുതി വെച്ചത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർക്കുകയാണ്. അതോടുകൂടെ നാം ചെയ്യേണ്ടത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്ന പുണ്യകർമ്മങ്ങൾ. അപ്പോൾ ആ പുണ്യകർമ്മങ്ങളൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, അഹദീസ്, ഇജ്മാ, ഖിയാസിന്റെ വെളിച്ചത്തിൽ അവർ രേഖപ്പെടുത്തിയതുകൊണ്ട് നമ്മൾ ആ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇതിന്റെ തെളിവുകൾ നമ്മൾ ധാരാളം പഠിക്കേണ്ടതുമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞു വന്നത് മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിംബത്തിനെ കുറിച്ച് പേരിൽ അറുക്കപ്പെടുന്ന മൃഗത്തെ സംബന്ധിച്ചെല്ലാം ഒരുപാട് വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ് എന്ന ഈ ആയത്തിൽ മക്ക മുശ്രിക്കീങ്ങൾ ബിംബങ്ങളെ വളർത്തിയിട്ട് അവർ പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് ഹറാമാണ്, ഇത് നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് സ്വന്തമായി അവർ ഹറാമാക്കിയിരുന്നു. അത് വ്യത്യസ്തമായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ പറഞ്ഞ സൂറത്തുൽ മാഇദ 103-ാമത്തെ ആയത്ത്. അതുപോലെ വഖാലു ഹാദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം സൂറത്തുൽ അൻആം 138. വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആമി ഖാലിസത്തുൻ ലിദുകൂരിനാ വമുഹറമുൻ അലാ അസ്വാജിനാ സൂറത്തുൽ അൻആം 139. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകളിൽ മക്ക മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നത് അവരുടെ ഖുറാഫാത്ത് എല്ലാം, അവരുടെ ജഹാലത്തെല്ലാം മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിലെ 2-ാം വാല്യം കിതാബുൽ ജന്നത്തി എന്ന ബാബ സിഫാത്തില്ലത്തി യുറഫു, അതുപോലെ ബഹീറത്തു വൽ ഹാമി വഗൈരി ദാലിക വഇന്നഹാ ലം തസ്റു ഹറാമൻ ബിതഹരീമിഹിം, ഈ മക്ക മുശ്രിക്കീങ്ങൾ റസൂലിനെ ഹറാമാക്കിയത് കൊണ്ട് അത് ഹറാമാവൂല എന്നൊക്കെ വിശദീകരണം ഇമാം നബവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിം 2-ാം വാല്യം 385-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ദുർർ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു അഖ്റജ ഇബ്നുൽ മുൻദിർ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി തആല വമാ ഉഹില്ല ഖാല ദുബിഹ വഅഖ്റജ ഇബ്നു ജരീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തൊട്ട് വമാ ഉഹില ബിഹി ലിഗൈരില്ലാഹി യഅനി മാ ഉഹില ലിത്തവാഗീതി. അതുപോലെ ഇബ്നു അബി ഹാത്തിം മുജാഹിദ് എന്നവർ തൊട്ട് വമാ ഉഹില്ല ഖാല മാ ദുബിഹ ലിഗൈരില്ലാഹി. ഇബ്നു അബി ഹാത്തിം എന്നവർ അബിൽ ആലിയ തൊട്ട് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി യഖൂലു മാ ദുകിറ അലൈഹി ഇസ്മു ഗൈരില്ലാഹ്. അതായത് അല്ലാഹുവിന്റെ പേരല്ലാത്തത് അറുക്കപ്പെടുന്ന മൃഗത്തിൽ അറുക്കുന്ന സമയത്ത് ചെല്ലുക, പറയുക എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളൊക്കെ അല്ലാഹുവിന്റെ അല്ലാത്ത പേരെടുത്തിട്ട് അറുത്താൽ അത് നമുക്ക് ഒരിക്കലും ഹലാലാവൂല, അത് ശവമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് അറുക്കുന്ന സമയത്താണ് ഇതെല്ലാം നിയമങ്ങളും ഇത് പാടില്ല എന്നും ഒക്കെ ഹറാമാണെല്ലാം പറഞ്ഞത്. അതേ സ്ഥാനത്ത് അറക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പേര് തന്നെയാണ്. അതിന്റെ മുമ്പ് മഹാന്മാരുടെ പേരിൽ വളർത്തുന്നത്, സത്യത്തിൽ മഹാന്മാരുടെ പേരിൽ അറക്കാന്ന് പറഞ്ഞാൽ അറക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതേ സ്ഥാനത്ത് ഇതിന്റെ പ്രതിഫലം, ഇതിന്റെ സവാബ് ഔലിയാക്കൾക്കും ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അത് തന്നെയാണ് മുഅ്മിനീങ്ങൾ ചെയ്യുന്നതും. അത് വിശദമായി ഇമാം അഹ്മദ് സാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാഷിയത്തു സാബി അലാ തഫ്സീറുൽ ജലാലീനിൽ എല്ലാം മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മഹാന്മാർ പഠിപ്പിച്ച ഈ പുണ്യകർമ്മം അതിന്റെ വിപരീതമായി പല ബിദ്അത്തുകാരും പല വിധത്തിൽ ഇതിനെ ശിർക്ക് ബിദ്അത്ത് എന്നൊക്കെ പറയും. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ശിർക്ക് ബിദ്അത്ത് പറയാൻ വേണ്ടി ബിദ്അത്തുകാർ ഏതെല്ലാം ആയത്ത് ഉദ്ധരിക്കുന്നു അതെല്ലാം ബിംബങ്ങളുടെ മേലിരയ്ക്കുക. ആ ബിംബങ്ങൾ ചെയ്ത പ്രവർത്തനം തന്നെ അതേ തന്നെ ഹറാമെന്ന് പറഞ്ഞിട്ടില്ല. അവർ വളർത്തിട്ട് അവർ ഹറാമാക്കിയത് കൊണ്ട് ഹറാമാവൂല, അത്
ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവർ പേര് പറഞ്ഞെങ്കിലും ബിസ്മി ചൊല്ലിക്കൊണ്ട് അർത്താൽ അത് എല്ലാവർക്കും ഹലാലാണ് എന്ന് തന്നെ ഹനഫി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റു അയിമത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മദാർ അലൽ ഖസ്ദി ഇൻദബ്തിദാഇ റബിഹി, ഏതത്തിന്റെയും ഉത്ഭവം അറക്കുന്ന സമയത്താണ് പരിഗണന, അല്ലാത്ത സമയമല്ല എന്ന് ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങളും ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ മുഹറം 27 ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെക്കുന്ന കോഴികൾ മുഹറം 27 ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാന്റെ പേരിൽ, അവിടുത്തെ മശായിഖിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അറക്കുന്ന സമയത്ത് എല്ലാ ആദാബും പാലിച്ചിട്ട് ബിസ്മിയും സ്വലാത്തെല്ലാം ചൊല്ലി തക്ബീറൊക്കെ അല്ലെങ്കിൽ ബിസ്മിയും സലാത്തൊക്കെ ചെല്ലിട്ട് അറക്കുക. എന്നിട്ട് ഇതിന്റെ മിസ്ലു സവാബെല്ലാം അല്ലാഹു തആല ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാന്റെ പേർക്കും അവിടുത്തെ മശായിഖിന്റെ പേരിലും അല്ലാഹു എത്തിക്കട്ടെ, ഞാൻ ഹദിയ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രകാശങ്ങൾ അതിലൂടെ ലഭിക്കുമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിറാസുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാന്റെ പേരിൽ കോയും മറ്റുമൊക്കെ റെഡിയാക്കിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന അവർ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാ വനഫഅനാ ബിഹി, മഹാനവറുകളുടെയും അടുത്ത മശായിഖിന്റെയും എല്ലാ നിലക്കുള്ള മദദ് ഹിമായത്ത് ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാന്റെ മഖ്ബറക്ക് മുഹറം 27 എത്തുന്നവർ ആ ഉറൂസിന്റെ പുണ്യകർമ്മം, ആ പുണ്യകർമ്മത്തിൽ സംബന്ധിക്കേണ്ടതുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് എല്ലാ നിലക്കുള്ള തവസ്സുലുകളും അവിടുത്തെ പുണ്യ ഹദ്റത്തിൽ വെച്ചിട്ട് ഒരുപാട് പുണ്യങ്ങൾ നേടാൻ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദൂരെ ഉള്ളവർ ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാനെ തവസ്സുലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോയർത്തുകൊണ്ട് മൗലൂദിൻ്റെയും വസീർ തവസ്സുലിൻ്റെയും മജ്ലിസൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല നിലക്ക് മഹാനായ ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാനെ മശായിഖിനെയും തവസ്സുൽ ചെയ്ത് ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി സലാമത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അഥു ഇൻഷാ അല്ലാഹ്. ആമന്തു ബില്ലാഹി കമാ ഹുവ ബിഅസ്മാഇഹി വസിഫാതിഹി വഖബിൽതു ജമീഅ അഹ്കാമിഹി. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا. آمنا بالله واليوم الآخر تبنا إلى الله باطن وظاهر. أستغفر الله رب البرايا ونستغفر الله من الخطايا. وصل على جميع الأنبياء والمرسلين وملائكتك المقربين وعبادك الصالحين والحمد لله رب العالمين. വിശദീകരണത്തിന് വേണ്ടി സുബുലുൽ അസ്ഫിയ ഈ ഹുക്മി ദബീഹിൽ ഔലിയാ അൽ-ലത്വായ നബവിയ ഫിൽ ഫതാവ റളിയുടെ 20-ാം വാല്യം, അതുപോലെ സുബുലു അഹ്ബാബിൽ അസ്ഹരിയ ഫി ദബീഹിൽ ഔലിയാ വസ്വാലിഹീൻ, അതുപോലെ ദലായിലുൽ അസ്ഹരിയ ഫി ദബീഹിൽ ഔലിയാ വസ്വാലിഹീൻ തുടങ്ങിയത് റിസാലകളും നോക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.